സത്യമാണോ നീ പറയുന്നത്? മീരയുടെ കാർ വഴി കിടക്കുന്നത് മുരളി കണ്ടോ? അതെ അച്ഛാ. മുരളിയും കുട്ടി ഞാൻ ആ സ്പോട്ടിൽ ചെന്നപ്പോ കാർ അവിടെ ഇല്ല. അപ്പോ മീര ഈ നഗരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ മീരയുടെ കാർ കണ്ടു, മീര കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മീരയുടെ കാറും മറ്റാരെങ്കിലും മാറ്റിയതാവും. അല്ല, അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ ആവാം. കാറ് പാർക്ക് ചെയ്ത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി കടയിൽ കയറി കാണും. ആ സമയത്തായിരിക്കും മുരളി കണ്ടത്. നീ ചെന്നപ്പോ മീര കാറും എടുത്ത് പോവുകയും ചെയ്തു. ആ, അത് ശരിയായിരിക്കും. എന്തായാലും ശരി, ഇക്കാര്യം പ്രഭ തൽക്കാലം അറിയണ്ട. പ്രഭയെന്നല്ല, ആരും അറിയാൻ പാടില്ല. ഈ ന്യൂസ് ലീക്കായാൽ ഉടൻ വാർത്ത വരും. എന്നാലും മീര ഇതെവിടെയാ? ഒരു സൂചന പോലും തരാതെ നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണോ? ദേവിക പറഞ്ഞത് ഒരു സാധ്യതയാ. എല്ലാവരും 2-3 ദിവസം അവളെ അന്വേഷിച്ച് അലയട്ടെ എന്നോ പേടിച്ചോട്ടെ എന്നൊക്കെ ഉള്ള തീരുമാനമായിരിക്കും. എന്നെ കണ്ടപ്പോ അങ്ങ് സംസാരം നിർത്തിയല്ലേ? സംസ്കാരമുള്ളവർക്ക് ചേർന്നല്ലത്. മറ്റുള്ളവരെ കാണുമ്പോ പെട്ടെന്നങ്ങ് സംസാരം നിർത്തുക. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ വർത്തമാനം പറയാനാ ഇവിടെ എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ അതിന് താനും കൂടി വിചാരിക്കണമല്ലോ. ഞാനല്ല വിചാരിക്കേണ്ടത്, നിങ്ങളാ. പക്ഷെ നിങ്ങൾ വിചാരിക്കില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ? ഇപ്പൊ തന്നെ എനിക്കെതിരെയുള്ള ഗൂഢാലോചനയല്ലേ ഇവിടെ നടക്കുന്നത്? ഗൂഢാലോചനയല്ല, സാധാ ആലോചന തന്നെയാ. മീരയുടെ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നതും അവളെ കണ്ടുപിടിക്കുന്ന കാര്യം. അവളെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളോ? എന്തിനാ ഈ പ്രഹസനം? എന്താ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? ഈ പ്രഹസനം എന്തിനാണെന്ന്. പ്രഭാവ്, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം നിങ്ങൾ 4 പേരുവാ. ഇവിടുത്തെ പവർ ഗ്രൂപ്പ്. മീരയ്ക്കെതിരെ ദാ നിങ്ങളും ഇവളുടെ പക്ഷം ചേർന്നു. ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇവള് കാരണമാ മുൻപ് 2 പ്രാവശ്യവും മീര ഇവിടുന്ന് പോയത്. ഇപ്പൊ 3-ാം വട്ടം പോയതും ഇവള് കാരണമായിരിക്കും. അവള് പോയതിൽ നിങ്ങൾക്കുള്ളിൽ സന്തോഷമായിരിക്കും. എന്നിട്ട് ഇപ്പൊ പറയുന്നു അവളെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനാ യോഗമാണത്രേ. പ്രഭാ, സമയം സന്ദർഭമൊക്കെ അറിഞ്ഞു വേണം സംസാരിക്കാൻ. അച്ഛാ വേണ്ട. അമ്മ ഒന്ന് വെറുതെ ഇരിക്കെ. ഒന്നാമത് മീര പോയതിന്റെ വെപ്രാളത്തിലെല്ലാരും. അയ്യോ, എങ്ങനെ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. മീര പോയതിന്റെ വെപ്രാളം ആർക്ക്? ആർക്കാ ഇവിടെ മീര പോയതിൽ വെപ്രാളം? ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.